ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്കിന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുളിശ്ശേരി ഉണ്ടാക്കിയാലോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുളിശ്ശേരിയാണ്. നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കിക്കോളൂ. പിന്നീട് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും കേട്ടോ, 100% ഉറപ്പായിട്ടും പറയാം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പഴവും മത്തങ്ങയും ചേർത്തിട്ടുള്ള പുളിശ്ശേരിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു മധുരവും ചെറിയ പുളിയും. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പുളിയുള്ള തൈര് ഉപയോഗിക്കരുത്, ചെറിയ പുളിയുള്ള തൈര് ഉപയോഗിക്കുക. നമ്മൾ സാധാരണ പുളിശ്ശേരിക്ക് കുറച്ച് പുളിയുള്ള തൈരൊക്കെ ഉപയോഗിക്കാറുണ്ട്, പക്ഷേ ഈ ഒരു പുളിശ്ശേരിക്ക് ഒരുപാട് പുളിയുള്ള തൈര് ഉപയോഗിക്കാതെ നല്ല കട്ട തൈര് പുളിയില്ലാത്തത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള പുളിശ്ശേരി ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പഴം മത്തങ്ങ പുളിശ്ശേരി ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു 150 ഗ്രാം മത്തങ്ങ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ വലിപ്പമുള്ള പീസുകളായിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്, 5 പച്ചമുളക്, 4-5 ഉള്ളി, 1.25 കപ്പ് തേങ്ങ ചിരവിയത്, 1.5 കപ്പ് കട്ടത്തൈര്. കട്ടത്തൈരിൻ്റെ അളവാണ് 1.5 കപ്പ് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ മത്തങ്ങ ഒന്ന് കുക്ക് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ മത്തങ്ങയ്ക്കും ഏത്തപ്പഴത്തിനും ഒരുപാട് കുക്കിംഗ് ടൈമില്ല, രണ്ടും ഒരുമിച്ച് തന്നെയാണ് ഞാൻ കുക്ക് ചെയ്യാൻ വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മത്തങ്ങ എടുത്തിട്ട് നമുക്ക് ഈ ഒരു ചട്ടിയിലേക്ക് മാറ്റാം. ഇത് കുക്കറിൽ കുക്ക് ചെയ്യുകയാണെങ്കിൽ ഉടഞ്ഞു പോകും കേട്ടോ. ഒരു വിസിൽ വരുമ്പോൾ തന്നെ ഉടഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മൾ ചട്ടിയിൽ കുക്ക് ചെയ്യുന്നത്. ഇതിലേക്ക് തന്നെ നമുക്ക് നമ്മുടെ പഴവും കൂടി ചേർത്ത് കൊടുക്കാം. പഴം കട്ട് ചെയ്യുമ്പോൾ കുറച്ച് വലിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ ഞാൻ കുറച്ച് വലിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ മത്തങ്ങയുടെ ഏകദേശം വലിപ്പം കിട്ടുന്ന രീതിയിലാണ് നമ്മൾ പഴവും കൂടി കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പഴവും കട്ട് ചെയ്തിട്ട് കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. അതിന് മുന്നേ ആദ്യം വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ സ്റ്റൗ ഓൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ചേർക്കാം. കുറച്ച് എരിവ് വേണം കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് മധുരമുള്ള കാര്യങ്ങളാണ്. പഴവും മധുരമുള്ളതാണ്, നമ്മുടെ മത്തങ്ങയും മധുരമുള്ളതാണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് പഞ്ചസാരയും ചേർക്കും. അപ്പോൾ എരിവിനായിട്ട് പച്ചമുളകിൻ്റെ എണ്ണം കൂടുതൽ ചേർക്കുക. അപ്പോൾ നിങ്ങൾ ഇതുപോലെ 2 ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. നന്നായിട്ട് ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ് ഇതുപോലെ 2 വെജിറ്റബിൾസൊക്കെ ചേർത്തിട്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മത്തങ്ങയുടെ കൂടെ മധുരമുള്ള കാര്യങ്ങൾ പൈനാപ്പിളോ വല്ലതും തന്നെ ചേർക്കാം കേട്ടോ. മത്തങ്ങയുടെ കൂടെ നമുക്ക് പൈനാപ്പിൾ ചേർക്കാം, അതുപോലെ തന്നെ നമ്മുടെ ക്യാരറ്റ് ചേർക്കാം, ഏത്തപ്പഴം ചേർക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവുള്ള മുളക് പൊടിയാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ കൂടുതൽ ചേർക്കാം. പിന്നെ നമ്മുടെ കഷ്ണങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ മധുരമില്ലാത്ത വെജിറ്റബിൾസൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ചേനയൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ ചേനയുടെ കൂടെ കായം മാത്രം ചേർത്തിട്ട് നമുക്ക് പുളിശ്ശേരി ഉണ്ടാക്കാം. മധുരമില്ലാത്ത കാര്യങ്ങൾ തന്നെ ചേർക്കാം. മധുരമുള്ള കാര്യങ്ങളുടെ കൂടെ മാത്രം മധുരമുള്ള വെജിറ്റബിൾസ് വേറെ ചേർത്തിട്ട് നമുക്ക്, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ചേർത്തിട്ട് പുളിശ്ശേരി ഉണ്ടാക്കാം. അപ്പോൾ ഇതിനി ഇവിടെ ഇരുന്ന് കുക്കായി വരട്ടെ. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കി എടുക്കാം. നമുക്കിനി അരപ്പ് റെഡിയാക്കാനായിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ചേർക്കുക. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം, ഇത് രണ്ടും ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് അരച്ചെടുക്കുക. നന്നായിട്ട് അരയണം കേട്ടോ. കുറച്ച് വെള്ളം കൂടിയാലും കുഴപ്പമില്ല, വെള്ളം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അരഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. അതിനുശേഷം നമ്മുടെ തൈരുണ്ടല്ലോ, കട്ട തൈരാണെങ്കിൽ ഒന്ന് മിക്സിയുടെ ജാറിൽ ഒന്ന് വിപ്പ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഒന്ന് പൾസ് ചെയ്തെടുക്കുക. ഒന്ന് ഉടഞ്ഞ് കിട്ടാന്നേ ഉള്ളൂ. വല്ലാതെ വെള്ളം ചേർത്ത് മിക്സ് ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്യാനേ പാടുള്ളൂ. തൈര് അങ്ങനെ തന്നെ ഉടച്ചെടുക്കുക. വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിയുടെ കൺസിസ്റ്റൻസി മാറിപ്പോവും. അപ്പോൾ നമ്മുടെ മത്തങ്ങയും പഴവും എല്ലാം കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ആദ്യം തന്നെ 1 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. പിന്നെ നമ്മുടെ ഉലുവ വറുത്ത് പൊടിച്ചത് ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പുളിശ്ശേരിയിൽ എപ്പോഴും ഉലുവ വറുത്ത് പൊടിച്ച് തന്നെ ചേർക്കാം കേട്ടോ. വെറുതെ പൊടിച്ചിട്ട് ചേർക്കരുത്, അപ്പോൾ കറക്റ്റ് ടേസ്റ്റ് ആവില്ല. ആ ഉലുവയുടെ റോ ടേസ്റ്റ് നിൽക്കും. ഇനി നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. അരപ്പിൽ വെള്ളം കുറവാണ്, അല്ലെങ്കിൽ കഷ്ണങ്ങളുടെ വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ആവശ്യത്തിന് വെള്ളമുണ്ട്. ഞാൻ ഇതിലേക്ക് ഇനി വെള്ളം ചേർക്കുന്നില്ല. ഇനി അരപ്പ് നന്നായിട്ട് കുക്കായി വരുന്നത് വരെ ഒരു 2 മിനിറ്റ് നമ്മളൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. കൈ എടുക്കരുത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരപ്പ് തിളച്ചു പോകരുത്. ചട്ടിക്ക് ചൂടുള്ളതാണ്. അപ്പോൾ അരപ്പ് തിളച്ചു പോവാതെ 2 മിനിറ്റ് ഒന്ന് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പുളി കൂടുതലുള്ള തൈരാണെന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൂട്ടുക കേട്ടോ.
ഞാനിപ്പോൾ അധികം പുളിയില്ലാത്ത തൈരാണ് എടുത്തത്, ഒരു ചെറിയ പുളിയേ ഉള്ളൂ. അതുകൊണ്ടാണ് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്തത്. പഞ്ചസാര ഇതിൽ നിർബന്ധമാണ്, ശർക്കര ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആവില്ല. നമ്മുടെ കഷ്ണങ്ങളാണെങ്കിലും ഒന്നും ഉടഞ്ഞു പോവാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. കഷ്ണങ്ങൾ ഉടഞ്ഞു പോകുന്നതിന് മുന്നേ തന്നെ അരപ്പ് ചേർക്കണം. ഇത് കുറച്ച് കുറുകിയ രീതിയിലുള്ള പുളിശ്ശേരിയാണ്. നിങ്ങൾക്ക് കുറച്ച് ഒഴിച്ചുകറി പോലെയുള്ള പുളിശ്ശേരി വേണമെന്നുണ്ടെങ്കിൽ, കുറച്ചുകൂടി നീളത്തിലുള്ള ഒരു ലൂസായിട്ടുള്ള പുളിശ്ശേരി വേണമെന്നുണ്ടെങ്കിൽ ഈ അരപ്പ് ചേർക്കുമ്പോൾ തന്നെ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കുക അരപ്പിൻ്റെ കൂടെ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ലൂസായിട്ടുള്ള പുളിശ്ശേരി കിട്ടും. പിന്നെ പഴംപുളിശ്ശേരിയൊക്കെ ആകുമ്പോൾ കുറച്ച് കുറുകിയിരുന്നാലാണ് അതിന് ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചട്ടിയുടെ ചൂടിലിരുന്നിട്ട് അരപ്പ് വീണ്ടും ഒന്ന് തിളച്ചു വരും. അപ്പോൾ ആ തിള വരുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി നമ്മുടെ അരപ്പിൻ്റെ ചൂടൊന്ന് കുറച്ചെടുക്കണം. അതിനുശേഷം ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക, എരിവ് കുറവാണെങ്കിൽ 2 പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. സാധാരണ എല്ലാ കറികളിലും പറയുന്ന പോലെ. പിന്നെ ഈ ഒരു പുളിശ്ശേരിയൊക്കെ ഇന്ന് ഉണ്ടാക്കി വെച്ചിട്ട് നാളെ കഴിക്കാൻ കേട്ടോ കൂടുതൽ ടേസ്റ്റ്, ഇന്ന് തന്നെ കഴിക്കുന്നതിനേക്കാൾ. അല്ലെങ്കിൽ നമ്മൾ രാവിലെ ഉണ്ടാക്കി വെച്ചിട്ട് ഉച്ചയ്ക്ക് എടുക്കുക. അപ്പോൾ തലേ ദിവസം റെഡിയാക്കി വെക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. ഇപ്പോൾ സദ്യയിലേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ പുളിശ്ശേരി പോലെയുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ പച്ചടി പോലെയുള്ള കാര്യങ്ങളൊക്കെ തലേ ദിവസമാണ് ഉണ്ടാക്കി വയ്ക്കുക. അന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് അന്ന് തന്നെ ഉപയോഗിക്കില്ല. അപ്പോൾ നമ്മുടെ പുളിശ്ശേരികളുടെ അല്ലെങ്കിൽ മോരുകറികളുടെ ഒക്കെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നീതാസ് ടേസ്റ്റ്ലാൻഡ് എന്ന് പറഞ്ഞ ചാനൽ എടുത്തിട്ട് പുളിശ്ശേരി റെസിപ്പീസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മോരുകറി റെസിപ്പീസ് എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ പുളിശ്ശേരികളുടെയും മോരുകറിയുടെയും ഒക്കെ വീഡിയോ കിട്ടും കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മൾ ഒരു പഴം വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു മത്തങ്ങ വെച്ചിട്ടല്ലേ പുളിശ്ശേരി ഉണ്ടാക്കാറുള്ളൂ. ഇത് രണ്ടും കൂടി ചേർത്തിട്ട് പുളിശ്ശേരി ഉണ്ടാക്കുമ്പോഴുള്ള ടേസ്റ്റ് അറിയണ്ടേ. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് ഗ്രേപ്സും കൂടി ചേർക്കാം കേട്ടോ, ഒരു ഭംഗിക്കായിട്ട്. നമ്മൾ പച്ചടി ഉണ്ടാക്കുന്ന പോലെ തന്നെ ഗ്രേപ്സ് മുഴുവനായിട്ട് ഇടുക, കട്ട് ചെയ്തിട്ടിടരുത്. അതിനുശേഷം പുളിശ്ശേരി ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ട്, ആ ഗ്രേപ്സിൻ്റെ ടേസ്റ്റും. പക്ഷേ ഗ്രേപ്സ് ഇതുപോലെ ഒരുമിച്ചിട്ട് വേവിക്കരുത്, 1/4 ഭാഗം കഷ്ണങ്ങൾ വെന്ത് കഴിയുമ്പോൾ മാത്രം ചേർക്കുക. അപ്പോൾ നമ്മുടെ അരപ്പിൻ്റെ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞു വരുന്നുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തൈര് ഉടച്ചത് ചേർക്കാം. ഇതുപോലെ തൈര് ഉടച്ചെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ പുളിശ്ശേരി നല്ല കുറുകിയിരിക്കും. നല്ല കുറുകിയ പുളിശ്ശേരി റെഡി ആയിക്കഴിഞ്ഞു. ഒന്നുകൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഉപ്പൊന്നും ചെക്ക് ചെയ്തിട്ടില്ല, ഉപ്പൊക്കെ ചെക്ക് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പുളിശ്ശേരി ലൈറ്റ് കളറായി കഴിഞ്ഞു കേട്ടോ. ഇനി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പുളിശ്ശേരി കാണാൻ ഭംഗിയാവാൻ എന്താ ചെയ്യാന്നുള്ളത്. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ കണ്ടോളൂ, ഞാൻ ചെയ്ത് കാണിക്കാം. ഇനി നമുക്കൊന്ന് ഉപ്പൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിലേക്ക് ഇടയ്ക്ക് ഞാൻ ഇതിന് മുന്നേ ഒരു പുളിശ്ശേരി ചെയ്തപ്പോൾ ശർക്കര ചേർത്തോട്ടെ എന്ന് ചോദിച്ചിട്ട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ശർക്കര ഈ ഒരു പുളിശ്ശേരിയിലൊന്നും കറക്റ്റ് ആവില്ല കേട്ടോ. ചില കറികളിൽ നമുക്ക് ശർക്കര ചേർത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിരിക്കും. നമ്മുടെ ഉള്ളി തീയൽ പോലെയുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ സാമ്പാറിലൊക്കെയാണ് നമ്മൾ ശർക്കര ചേർക്കുമ്പോൾ പെർഫെക്റ്റ് ആവുക. പക്ഷേ പച്ചടി പുളിശ്ശേരി പോലെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ പഞ്ചസാര ചേർത്താലാണ് പെർഫെക്റ്റ് ആവുക. ശർക്കര ചേർത്തിട്ടുണ്ടെങ്കിൽ ആ ടേസ്റ്റ് വ്യത്യാസം വരും. അതുകൊണ്ടാണ് ശർക്കര ചേർക്കാതെ പഞ്ചസാര തന്നെ ചേർക്കുക എന്ന് പറയുന്നത്. ഉപ്പ് കുറവാണ്, ഉപ്പ് ചേർത്ത് കൊടുക്കാം. മധുരമൊക്കെ ചെറുതായിട്ടുണ്ട്, ഒരുപാട് മധുരമുള്ള രീതിയിലല്ല ഞാൻ ചെയ്യുന്നത്, ചെറിയൊരു മധുരം. പക്ഷേ ആ പഞ്ചസാര ചേർത്തുകൊണ്ട് തന്നെ പഴത്തിലേക്കും മത്തങ്ങയിലേക്കും മധുരം പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട വറവ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ വറവ് റെഡിയാക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഈ പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി വരുന്നുണ്ട്. നമുക്കിതിലേക്ക് കടുക് ചേർക്കാം. ഒരു 1.5 ടീസ്പൂൺ കടുക് ചേർക്കാം കേട്ടോ. കടുകൊന്ന് പൊട്ടി തുടങ്ങട്ടെ. ഈ സമയത്ത് നമ്മൾ വറ്റൽമുളക് റെഡിയാക്കി വയ്ക്കുക. ഞാനിപ്പോൾ ഒരു 4 വറ്റൽമുളക് എടുത്ത് വയ്ക്കുന്നുണ്ട്. വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ കൂടുതൽ ചേർത്താലാണ് നമ്മുടെ പുളിശ്ശേരിക്ക് ടേസ്റ്റും ഉണ്ടാവുക, അതുപോലെ തന്നെ പുളിശ്ശേരി കാണാനൊരു ഭംഗിയും ഉണ്ടാവുക. ഇപ്പോൾ നമ്മുടെ കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ പൊടി ചേർത്തിട്ടുണ്ടെങ്കിലും ഉലുവ ചേർക്കണം എന്നുള്ള കാര്യത്തിൽ നിർബന്ധമാണ് കേട്ടോ. നമ്മൾ പുളിശ്ശേരിയിലൊക്കെ ഉലുവയും കൂടി ചേർത്താലേ പെർഫെക്റ്റ് ആവുള്ളൂ. അപ്പോൾ ഞാനൊരു 4-5 ഉള്ളി വട്ടത്തിൽ കനം കുറച്ച് മുറിച്ചെടുത്തിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഉള്ളി ഒന്ന് കളർ മാറി തുടങ്ങട്ടെ. അപ്പോൾ എല്ലാവരും ഓണം സദ്യയിൽ എന്തൊക്കെ റെസിപ്പികളാണ് പ്ലാൻ ചെയ്യുന്നത് എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പുതിയ പുതിയ റെസിപ്പികളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ വർഷങ്ങളായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന റെസിപ്പികൾ തന്നെയാണോ പ്ലാൻ ചെയ്ത് പോകുന്നത്? അതുപോലെ തന്നെ ഓണക്കോടിയൊക്കെ എടുക്കാനുള്ള തയ്യാറെടുപ്പൊക്കെ ആയോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ.
പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് കുക്കായി തുടങ്ങുന്നുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വറ്റൽമുളക് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് കറിവേപ്പിലയും ചേർക്കാം. കറിവേപ്പില ഇത്രയും വലിപ്പമുള്ളതാണ് കേട്ടോ. ചെറിയ കറിവേപ്പിലയൊന്നും കിട്ടിയില്ല, നല്ല വലിയ കറിവേപ്പിലയാണ്. നമ്മുടെ പാനിൻ്റെ അത്രയും തന്നെ വലിപ്പമുണ്ട് കറിവേപ്പിലയ്ക്ക്. അപ്പോൾ ചെറിയ കറിവേപ്പില കിട്ടുകയാണെങ്കിൽ അത് തന്നെ ഉപയോഗിക്കൂ, ഇല്ലെങ്കിൽ മാത്രം വലിയ കറിവേപ്പില ഉപയോഗിക്കുക കേട്ടോ. എല്ലാ സ്ഥലത്തും ഇങ്ങനെ ആവണമെന്നില്ല. ഇവിടെ ഇപ്പോൾ കിട്ടുന്ന കറിവേപ്പില ഇതുപോലെ നല്ല വലിപ്പം കൂടിയ കറിവേപ്പിലയാണ്. അപ്പോൾ നമ്മുടെ ഉള്ളി ഒന്ന് ബ്രൗൺ ആയി തുടങ്ങുമ്പോൾ നമുക്കിത് നമ്മുടെ പുളിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടി ഒന്ന് കളർ മാറി വരട്ടെ. മുളകൊക്കെ വല്ലാതെ ബ്ലാക്ക് കളറായി പോകരുത് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഉള്ളി പകുതി കുക്കായി കഴിയുമ്പോൾ മുളക് ചേർക്കുന്നത്. മുളകിൻ്റെ കളർ വല്ലാതെ മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുളിശ്ശേരിയുടെ കളർ കാണാൻ ഭംഗി ഉണ്ടാവില്ല. ഇനി നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കാനുണ്ട്. അത് എല്ലാ പുളിശ്ശേരിയിലും നമ്മൾ ചേർക്കുന്ന കാര്യം തന്നെയാണ്. നമ്മുടെ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ അല്ല ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ 1/4 ടീസ്പൂൺ മതി. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം നമുക്കിത് ചേർത്ത് കൊടുക്കാനായിട്ട്. ഫ്ലെയിം ഓഫ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ മുളക് പൊടി കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചേർക്കാമെന്ന് പറയുന്നത്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് മുളക് പൊടി ഒന്ന് കുക്കായി കഴിയുമ്പോൾ ഒരു 1/2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ചൂടെണ്ണയല്ലേ. മുളക് പൊടി കുക്കായി കഴിയുമ്പോൾ നമുക്കിനി നമ്മുടെ പുളിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം മുളക് പൊടി ചേർക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. പുളിശ്ശേരിയുടെ ടേസ്റ്റ് മാറിപ്പോവും. ഇത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, അതൊന്ന് ശ്രദ്ധിച്ചേക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പുളിശ്ശേരിയിലേക്ക് നമുക്ക് നമ്മുടെ വറവിട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പഴം മത്തങ്ങ പുളിശ്ശേരി റെഡി ആയി കഴിഞ്ഞു. നിങ്ങൾ ആരും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പതിവ് പോലെ തന്നെ പറയുന്ന കാര്യങ്ങളൊന്നും മറക്കണ്ട. പിന്നെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു വരുത് കേട്ടോ. അതാണ് ഞാൻ എപ്പോഴും പറയുന്ന കാര്യം. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.